ഓടകൾ നിറഞ്ഞ് മാലിന്യങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്. അതിന് ഉത്തരവാദി റെയിൽവേ അല്ലല്ലോ. ഈ നാട്ടിലെ ഓടകളെല്ലാം നിറഞ്ഞ് അവിടെയെല്ലാം മാലിന്യ കൂമ്പാരങ്ങൾ കൊണ്ട് നിറഞ്ഞ് അതിന്റെ മുകളിൽ വെള്ളം കെട്ടി അത് മുഴുവൻ ഒഴുകി അടുത്ത വീടുകളിലേക്കും നാട്ടിലേക്കും പോകുന്നതിന് ഉത്തരവാദി റെയിൽവേ ആണോ? അതുകൊണ്ട് ഇത് സാധാരണ ഒരു ഡെഡ് ബോഡി കണ്ടാൽ പോലീസുകാർ ചെയ്യുന്ന ഒരു പണിയുണ്ട്. ഉന്തിയിട്ട് അപ്പുറത്തേക്ക് കൊണ്ടുപോകും, എന്നിട്ട് പറയും അടുത്ത സ്റ്റേഷനിലാണെന്ന്. ആ പണി എടുക്കാനല്ലല്ലോ നഗരസഭ മേയറെ അവിടെ ജനങ്ങൾ തെരഞ്ഞെടുത്തിരിക്കുന്നത്. വീതി കൂട്ടണമെന്നായിരുന്നു അന്നത്തെ നിർദ്ദേശം. പക്ഷേ അത് യാതൊരുവിധ നടപടിയും റെയിൽവേയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നാണ് ആരോപണം. അല്ല, ഇതിലിപ്പോ റെയിൽവേയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമല്ലല്ലോ തിരുവനന്തപുരത്ത് ഈ പ്രശ്നങ്ങളുള്ളത്. ബാക്കിയെല്ലാം പരിഹരിച്ചിട്ട് റെയിൽവേയുടെ പ്രശ്നമാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ സമ്മതിച്ചു തരാം. പക്ഷെ തിരുവനന്തപുരം നഗരത്തിൽ റെയിൽവേയായി ബന്ധപ്പെടാത്ത എത്ര സ്ഥലങ്ങളിൽ വെള്ളക്കെട്ടുകളുണ്ട്, എത്ര സ്ഥലങ്ങളിൽ മാലിന്യ കൂമ്പാരങ്ങളുണ്ട്. ഈ നഗരത്തിലെ മാലിന്യ നിർമ്മാർജ്ജനത്തിന്റെയും വെള്ളക്കെട്ടുകളുടെ പരിഹാരത്തിനും എല്ലാം റെയിൽവേ ആണ് ഉത്തരവാദി എന്ന് പറഞ്ഞാൽ അത് കേരളത്തിൽ ആരെങ്കിലും വിശ്വസിക്കുമോ? റെയിൽവേയുടെ അപാകത എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ എനിക്കെന്തായാലും റെയിൽവേയുടെ വക്കാലത്തില്ല. ഞാൻ പറയുന്നത് അത് ചൂണ്ടിക്കാണിക്കാൻ നേരത്തെ എന്തുകൊണ്ട് തയ്യാറായില്ല? ഈ 8.6 കോടി രൂപ 0.6 കോടി രൂപ മാറ്റിവെച്ചിട്ട് എന്തുകൊണ്ടാണ് 2.62 കോടി രൂപ മാത്രമായിട്ട് ചെലവഴിച്ചത്? എന്തുകൊണ്ടാണ് ഇതിന്റെ എത്ര യോഗങ്ങൾ നടന്നത്? ഇത് അടിയന്തര പ്രമേയം ഇതിന് നിയമസഭയിൽ 2 സാമാജികന്മാർ, ഇത് BJP ഉയർത്തുന്ന ഒരു ആരോപണമല്ല, 2 നിയമസഭാ സാമാജികന്മാർ ചോദ്യം ചോദിച്ചതിന് അതിന് ഉത്തരം നൽകിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് സർക്കാരിന് ഇത്ര അലംഭാവം ഉണ്ടായത്? വളരെ ഗുരുതരമായ കൃത്യവിലോപം നടന്നിരിക്കുന്നു. ഇതൊക്കെ ചെയ്യാനാണ് നഗരസഭയെ ഭരണം ജനങ്ങളെ ഏൽപ്പിക്കുന്നത്. അവിടെ എന്ത് തടസ്സങ്ങളുണ്ടെങ്കിലും, അവിടെ പൊതുമരാമത്ത് വകുപ്പിന്റെ തടസ്സങ്ങളുണ്ടെങ്കിലും റെയിൽവേയുടെ തടസ്സങ്ങളുണ്ടെങ്കിലും അതെല്ലാം പരിഹരിക്കാനാണ് ഒരു ഭരണസമിതി അവിടെ ഏൽപ്പിച്ചിരിക്കുന്നത്. അവരിതൊക്കെ കൈമലർത്തുകയാണ്. എല്ലാ പ്രശ്നവും റെയിൽവേ ആണെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് പറ്റുന്നത്? ഈ ആമയുടെ നോട്ടിലെ ഈ ജോയി ഉൾപ്പെടെയുള്ള 4 ശുചീകരണ തൊഴിലാളികളെ ഏർപ്പാടാക്കിയത് മാലിന്യം ക്ലീൻ ചെയ്യാൻ വേണ്ടി ഏർപ്പാടാക്കിയത് റെയിൽവേയാണ്. പക്ഷെ മതിയായ സുരക്ഷാ സംവിധാനം ഉണ്ടായിരുന്നില്ല. ആ സുരക്ഷാ സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ തൊഴിലാളികളുടെ ജീവൻ അപകടത്തിലായിരുന്നു. അങ്ങനെയല്ല ഇതിനെ കാണേണ്ടത്. കേരളത്തിലെ ഏത് ഓടകളും വൃത്തിയാക്കാൻ പോകുന്ന തൊഴിലാളിക്ക് ഇവിടുത്തെ സാഹചര്യങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. ഓടകൾ നിറഞ്ഞ് മാലിന്യങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്. അതിന് ഉത്തരവാദി റെയിൽവേ അല്ലല്ലോ. ഈ നാട്ടിലെ ഓടകളെല്ലാം നിറഞ്ഞ് അവിടെയെല്ലാം മാലിന്യ കൂമ്പാരങ്ങൾ കൊണ്ട് നിറഞ്ഞ് അതിന്റെ മുകളിൽ വെള്ളം കെട്ടി അത് മുഴുവൻ ഒഴുകി അടുത്ത വീടുകളിലേക്കും നാട്ടിലേക്കും പോകുന്നതിന് ഉത്തരവാദി റെയിൽവേ ആണോ? അതുകൊണ്ട് ഇത് സാധാരണ ഒരു ഡെഡ് ബോഡി കണ്ടാൽ പോലീസുകാർ ചെയ്യുന്ന ഒരു പണിയുണ്ട്. ഉന്തിയിട്ട് അപ്പുറത്തേക്ക് കൊണ്ടുപോകും, എന്നിട്ട് പറയും അടുത്ത സ്റ്റേഷനിലാണെന്ന്. ആ പണി എടുക്കാനല്ലല്ലോ നഗരസഭ മേയറെ അവിടെ ജനങ്ങൾ തെരഞ്ഞെടുത്തിരിക്കുന്നത്.